ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫാൻ. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ കേട്ടോ, ലഡാക്ക് എക്സ്പ്രസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നലെ വന്ന് ഉറങ്ങി ബാംഗ്ലൂർ എത്തി. എന്താ ഇയാളെ അറിയോ? ഇയാളെ ഇവനെ അറിയിക്കൂലേ നമ്മളെ കാട്ടിലൂലേ? വോയിസ എന്താണ് പേരെന്താ ഇതിനെ? ട്രാവോ ബൈ മനാഫ് യൂട്യൂബറാണ്. അപ്പോൾ ഫായിസിൻ്റെ കമ്പനിക്കാരൻ മനാഫ് ഖാൻ്റെ മകനാണിത്. രാവിലെ അല്ല, സമയം 11:30 ആയിട്ടോ. എണീറ്റിട്ട് കുറേ നേരമായി. എണീറ്റാണ്ട് ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് കഴിഞ്ഞിട്ടില്ല. രാവിലെ ഇങ്ങനെ ഇറങ്ങി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. മനാഫ്ക വർക്കിന് പോകണം. അപ്പോൾ മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇവൻ്റെ പിന്നാലെ പോവാണ് ചായ കുടിക്കാൻ. ഏതാ കടൻ്റെ പേരെത്താ? അറിയില്ല. ആ പോയേക്കാം. വയ്യ അറിയില്ലെങ്കിൽ എന്നാ പോവാം. ഇതാണ് ഹോട്ടൽ കേട്ടോ. അതിനുള്ളിലേക്കാണ് വന്നത്. മനാഫ്ക അവിടെ ഉണ്ടാവും. അവരൊക്കെ സെറ്റായിട്ടുണ്ട്. ഫുഡ് കഴിക്കാം. നാടൻ ഭക്ഷണം, കേരള ഭക്ഷണം നടത്താം. സാധനം പറഞ്ഞോ. സാധനം എന്താണ്? വടിയും ദോശയും മാത്രമേ ഉള്ളൂ. വടിയും ദോശയും മാത്രമേ വേറെ ഒന്നും ചിന്തിക്കണല്ലോ. 11:30 മണിക്ക് വന്നിട്ട് തട്ടയിട്ടില് വേണം, തട്ടുദോശ വേണം, ഇഡ്ഡലി വേണം. ഉറക്കപ്പളും പോലെ കാണുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നര ഉള്ളിൽ ഞാൻ രാത്രി ഉറങ്ങി പറയാൻ ഫ്രഷ് ദോശയാണോ? ഇതൊരു പുതിയ തുടക്കം. ഇവിടെ പുതിയ യൂട്യൂബർ ജനിക്കുകയാണ് ഗായ്സ്. നമ്മളെ ഫ്ലൈഗീർ പുതിയ യൂട്യൂബ് ചാനൽ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങി കൊടുക്കുകയാണ്. ആധാർ ബാങ്ക് അടക്കം 12 കൊല്ലം മുമ്പ് ഒരു ചാനൽ ഉണ്ട്, അതിനെ കണ്ടിന്യൂ ചെയ്താൽ പോലെ. ഞാൻ വിചാരിച്ച അതിൽ 1000-2000 സബ്സ്ക്രൈബ് ഉണ്ട്. നോക്കുമ്പോൾ 6 സബ്സ്ക്രൈബ്. മുദ്ര ശ്രദ്ധിക്കണം. 12 കൊല്ലം മുന്നേ 10 സബ്സ്ക്രൈബേഴ്സ് എന്തും കൊടുക്കാം. നമ്മൾ പുതിയ സബ്സ്ക്രൈബർ ഇതാ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കണം. അപ്പോൾ നാളെ മുതൽ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. നാളെ പോകുന്നത് ഏതായാലും ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകണം. ഇപ്പോൾ ഫുഡ് കഴിച്ച് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ചെക്കന്മാരുണ്ടോ, ബാംഗ്ലൂരിലത്തെ ചെക്കന്മാരാണ്. നമ്മൾ വണ്ടി കൊണ്ട് ഇങ്ങനെ ചെറിയ റീൽ എടുക്കാൻ ഇറങ്ങി. അതിൽ ചെക്കന്മാരിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറയണ്ടോ ത്രില്ലായിക്കണ്. പുറത്തൊക്കെ ഇറങ്ങോട്ട് പോയി സമയം 3:30-3:45. സപ്പോർട്ട് ഉണ്ടല്ലോ നേരത്തെ ഇറങ്ങിയിട്ട് ഇപ്പൊ വീട്ടിൽ ഇറങ്ങണം കേട്ടോ. ഇത് ഫുള്ള് റൂമിൽ റെസ്റ്റ് റീലെടുത്തിയ. അപ്പൊ അങ്ങനെ വീണ്ടും 6:30 ആയിട്ട് സമയം. അങ്ങനെ ഒരു മഴയൊക്കെ പെയ്ത് ചോറും വയസ്സ് അങ്ങനെ വൈകിട്ട് വരുന്നു. പറന്ന് വരിക്ക് പോലട്ടോ. ഇവിടെ ഒരു ബ്ലോക്ക് ഇല്ലാതെ നമ്മൾ ഫുള്ള് ബ്ലോക്ക്. മനാഫ്കനോട് വെച്ചാണ് ഇവിടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഷൂട്ട് കഴിഞ്ഞിട്ട് വെച്ചത്. ഒറ്റടിക്ക് പറയുന്നത് ഈ കാരണം തന്നെ ട്രാഫിക്. നാട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വണ്ടി കിട്ടില്ലല്ലോ. വണ്ടി ട്രാഫിക്കാണ്. റോഡ് പോകണേക്ക് വണ്ടി പോകണേ. ഇതിനുള്ളിൽ കൂടെ ഇത് നമ്മളെ മഞ്ചേരി നെല്ലിപ്പാറമ്പത്തെ ബ്ലോക്കറിയില്ലേ? അവിടെ ഇന്നലെ താരട്ടാണ് ആശുലാശിൽ അവിടെ താരട്ടിരുന്നല്ലേ. അവിടുന്ന് നമ്മൾ പറഞ്ഞു വലിയ ബ്ലോക്കാണ്, അത് കഴിഞ്ഞ് പോലെ പറഞ്ഞാണ്. ഇതൊക്കെ പറയുമ്പോൾ ചൂടില്ല വഴിയില്ല. ഇവിടെ അഡ്വഞ്ചർ കം ടൂറിംഗ് ബൈക്ക് തന്നെ വേണം കേട്ടോ. അല്ലാതെ നടക്കൂല. ഇവിടെ സാധാരണ വണ്ടി എങ്ങനെ പോവാ. ആ ചാട് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കയറാം. പറഞ്ഞിട്ടുള്ളൂ. സാധനത്തിന്റെ പേര് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനത്തിന്റെ പേര് കുടു റോഡ്. നല്ല പേര് കുടു. നാട്ടിൽ ഇങ്ങനത്തെ പേര് കിടന്നല്ലേ വെറൈറ്റി. തിരക്കാണ്. ഈ പാർസലാണ് ഈ താഴത്തെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് കിടുവാണെന്ന് നോക്കാം. മലപ്പുറത്ത് കുടു പറഞ്ഞ കിടു എന്നാണ് നമ്മൾ പെട്ടെന്ന് കഴിക്കല്ലേ. വേറെ കുടോടല്ല. നമ്മൾ എടുത്തതിന് കുടു സ്പൈസി ആട്ടോ. അതിന് റേറ്റ് രൂപ 605. പലവിധமான അൺബോക്സിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോൺ കൂടെ കാണാൻ നല്ല വൃത്തിണ്ടാ. അതെ
ஏன்னா அடா எப்படி இருக்கு விடுவோம் நான் ஒரிஜினல் எക്സ്പീരിയൻസ് പറയുന്നത് ഇതുള്ള പറഞ്ഞാൽ മതി രതീഷ എങ്ങനെയുണ്ട് ഉള്ളത് പറഞ്ഞാൽ തന്നെ അത് ബെസ്റ്റാണ്. ഫുഡ് ഞാൻ നിന്നാ ബാക്കിയുണ്ടോ തിന്നോളി. ആദ്യം വന്നാൽ വാങ്ങാൻ ഒരു കൊട്ട ടീച്ചു ഞാൻ എത്തിനെ തിന്നു ഒരു ടീച്ചു പോലെ തോത്താണ് വരിക്കൊലിച്ചാണ് തിന്നുന്നത്. അതോ ജോടി മൊബൈൽ പക്കും ഇത് നമ്മൾ റിസ്ക് അല്ല തിന്നാൻ വേറെ പഠിച്ചാണ്ടത്. ഇപ്പൊ ബാംഗ്ലൂരു അൽ അമാന കക്കയുണ്ടത് ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചത് നമ്മളെ തിരക്ക് കൂടിയിട്ടാണ് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ആരും അറിയാത്ത നല്ല തിരക്കാണ് പറയുന്നുള്ളിൽ. കമ്മനഹള്ളിയാണല്ലോ ലൊക്കേഷൻ. കമ്മനഹള്ളിയിലാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ 1 മണിക്കൂർ ബില്ലിങ് തന്നെ നിൽക്കേണ്ടി വരും അല്ലേ? അതാണ് നിങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പായിപ്പിച്ചില്ല അങ്ങോട്ട് വരിക്കാൻ. നിർത്തിയപ്പോൾ ഞാൻ പോയി വരുന്നു. ഈ കട നോക്കിച്ചു കേട്ടോ. ഇത് നമ്മൾ ഡൽഹി പോകുമ്പോൾ കാണുന്നത്. ഇത് കരിംസിന്റെ ഡൽഹിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഭയങ്കര ഫേമസ് ആയ ഹോട്ടലിന്റെ ഒരു മറ്റൊരു ബ്രാഞ്ച് ആട്ടത്. ഡൽഹി ജമാ മസ്ജിദില് കരിംസ് റെസ്റ്റോറന്റ് ഭയങ്കര ഫേമസ് ആണ്. വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ്. പിന്നെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാം. കരിംസ് ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ അത്ര ഹൈജീൻ സെറ്റപ്പിലല്ല. കാരണം പഴയ ഹോട്ടലായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോക്കറ്റുകളായിട്ട് വലിയൊരു ഇതിലായിട്ടാണ് ആ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിലുള്ളത്. പിന്നെ പക്ഷെ നല്ല കോസ്റ്റ്ലി ആണ് സാധനം. 1 ടൈം എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തത് അടിപൊളി. ഇവിടെ നല്ല ഹൈജീനില് ഭയങ്കര ഒരു ഹൈഫൈ ലെവലിലാണ് അവർ തുടങ്ങിയത്. വാടക കൊടുക്കുന്നുണ്ടല്ലോ. ഫ്രണ്ട് വണ്ടികൾ ഇങ്ങനെ കയറും. കാരണം റേറ്റും കുറവായിരിക്കും. നമ്മളൊന്നും അറിയേണ്ടതില്ല. അതൊരു പ്രൊഫഷണൽ കമ്പനീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക്കും കുറവാണ്. വായിച്ച് നമ്മൾ നേരെ ബാക്കിലുണ്ട് കേട്ടോ. നല്ല ബ്ലോക്കാണ്. ഇങ്ങനെ പോയിക്കോണ്ട് അങ്ങനെ വളർന്ന് തിന്നോണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ വീടൊക്കെ എത്ര ഉണ്ടാവുള്ളൂ. ഇഷ്ടമില്ല കാര്യമായിട്ട്. വെറുതെ റൂമിൽ കുത്തിർന്ന് ഇങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി കുത്തിരിക്കാണ്. പിന്നെ ഇന്നലെ വന്ന ഇതും പായസത്തിന് ഒരാഴ്ച ആയിട്ട് മരയൊക്കെ റെസ്റ്റ് കിട്ടില്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് റെസ്റ്റ് ഇട്ടിട്ട് പിന്നെ വേറെ കാര്യം കൂടി ഞാൻ ആലോചിക്കും ഇത്ര വലിയ ട്രച്ചില്ല ട്രാവലർ. ഞാൻ ഉള്ളിക്ക് വേക്കിന് കൊണ്ടേക്ക് വേക്കിന് നോക്കില്ല. അപ്പൊ ഡെഡ് ബോഡി ഉണ്ടോ വണ്ടിയാണല്ലോ. ഇവിടെ ഡെഡ് ബോഡി കൊണ്ടുപോവാ. മറ്റേ ഇതൊക്കെ ബാൻഡൊക്കെ മുട്ടി പൂവൊക്കെ എറിഞ്ഞിട്ടാണല്ലോ. തമിഴ്നാട്ടിലെ വേറൊരു സെറ്റപ്പാ ഇവിടെ. തമിഴ്നാട്ടിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകും. ഇവിടെ ഇതിന്റെ കൂടെ ബാൻഡ് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, പിന്നെ പൂക്കളൊക്കെ എറിഞ്ഞോണ്ടാ പോവാ. അങ്ങനെ ലാസ്റ്റ് ജേണി എന്നാണ്. ഓരോ സ്ഥലത്തിലും ഓരോരോ ആചാരങ്ങളാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയകളുണ്ട് ഇവിടെ. കുഴൽക്കിണറിന് വെള്ളമില്ലാതെ ഇവിടെയൊക്കെ കുഴൽക്കിണറാണ്. നമ്മുടെ നാട്ടിലെ കിണറില്ല. അപ്പൊ കുഴൽക്കിണറിൽ തന്നെ ഈ സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. പിന്നെ കുഴൽക്കിണർ ഇല്ലാത്ത ബിൽഡിങ്ങുകൾ ഉണ്ടാവും. അവര് ടാങ്ക് കെട്ടിയിട്ട് നോർമൽ വെള്ളത്തിന് തന്നെ നമ്മളെ ടാങ്ക് വെള്ളത്തിന് തന്നെ ടാങ്കറിന് അടിക്കുക ചെയ്യാം ഡെയിലി. ഇന്നാള് ബാംഗ്ലൂർ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞ ഒരു വാർത്തയൊക്കെ വന്നിട്ടില്ലേ? ആ സമയത്തൊക്കെ ഒരു ടാങ്കറിന് 2500 രൂപ 3000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടാങ്കർ റേറ്റ് കൂടുക. ഈ തിരക്കിനിടയിൽ ന്യൂസ് കിട്ടുന്നില്ലാക്കാം. എല്ലാത്തിനും അതിട്ട് മൂപ്പരത്തൊക്കെയാണ് വൈബ്. പറഞ്ഞില്ല പോക്ക് നീളാൻ കാരണം ഇതാണ്. ഇവനാണ് കാരണം. ഇന്നലെ നല്ല പണി എന്നാണ്. ഇന്നലെ നമ്മള് എവിടെ ദാബയിലവിടെ നിർത്തിയില്ലോ. ആ വീഡിയോ കാണിച്ചത്. അതിൽ ഇൻഡിക്കേറ്റർ നേരെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഈ ചെറിയ ബെൻഡ് ചെറിയ ബെൻഡായിരുന്നു വോയിസിന് തോന്നി. അവനപ്പം മൈൻഡ് ആക്കിയില്ല. അവിടെ തട്ടിക്ക് ഇറങ്ങരുത്. പക്ഷെ തിരിച്ചു വന്ന് ഇവിടെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത് ഇൻഡിക്കേറ്റർ പൊട്ടിക്കണം. പക്ഷെ തട്ടി കാണുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കണ്. അപ്പോൾ ആരോ അവിടെ നിന്ന് കയറി നോക്കിയാണ്. നമ്മൾ കയറിയൊക്കെ ഒന്നും കുഴപ്പമില്ല. ഇതിൻ്റെ വെയിറ്റ് ചെയ്യും. അവർ കരുതിയ മാതിരല്ലേ വരിക. നമ്മൾ പറഞ്ഞില്ലേ 440 കിലോനാണ് വെയിറ്റ്. അത് നമ്മൾ അറിയാത്ത ഒരാൾ പൊന്തിച്ചുമ്പോൾ ഇതിന് സ്റ്റാൻഡ് ആട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സൈഡിലേക്ക് മറിഞ്ഞതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഷംസും ആഫീസും അവിടെ കൊടുത്തയച്ച രസമാണ്. അവിടെ പെരും ബ്ലോക്കാണ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്ന ബ്ലോക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലത്തെ ഒരു ബ്ലോക്കാന്ന് പറയാൻ പറ്റില്ല. ചെറിയ ബ്ലോക്കാണ് അടുത്ത്. ഡിക്കാറ്റ്ലോൺ എത്തിച്ചു അവിടുത്തെ. ഇവിടുത്തെ ഒറ്റ ഷോറൂമുള്ളൂടെ ബാംഗ്ലൂർ എത്ര ഷോറൂമാ.
അപ്പോൾ ബാംഗ്ലൂരിലെ ഏതോ ഒരു ഡീക്കാത്തലോണിലെത്തിന് സാധനം നോക്കാം. കോഴിക്കോട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ ഡീക്കാത്തലോൺ പോയിക്കണ്ട്. അതിങ്ങനെ ട്രിപ്പിന് മുമ്പായതുകൊണ്ട് അങ്ങനെ വീഡിയോ വല്ല വന്നില്ല. ടെൻറ്റും കാര്യമൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയത്. ഇവിടെയും വന്ന് വിളിച്ചു നോക്കി. അന്ന് നമ്മൾ ഇവിടെ വിളിച്ചു നോക്കിയില്ല ടെൻറ്റിന്. ഇവിടെ ഇല്ലല്ലോ, സ്റ്റോക്കില്ലേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഓൺലൈനിൽ വാങ്ങുകയാണ് ചെയ്തത് ടെൻറ്റ്. ചക്ക മജാറാണോ സൈക്കിൾ എടുത്ത് ഇറങ്ങി നമ്മൾ നടക്കാനല്ലേ ട്രയല ലേഡീസാ ഇപ്പൊ കിട്ടി. ഞാൻ കിട്ടി സാറേ. ഇതെന്റെ GSM വീക്കണ മാരല്ല. കിട്ടില്ലെങ്കിൽ അനക്കുണ്ടാക്കലുണ്ട്. സിമ്പിൾ അല്ലേ? കിട്ടിയ സാധനം ഇതിന്റെ ഉപയോഗം ശരിക്കും അറിയില്ലല്ലോ. നോക്കി നോക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാല് ഇന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആവുന്ന പറഞ്ഞത് കാണാം. അങ്ങനെ ഇറങ്ങാണ്. സമയം ഒരുപാടായി. മഴയും പെയ്തില്ല. അതുകൊണ്ട് നല്ലൊരു മഴ പെയ്ത് തുടങ്ങിയിട്ടൂടെ മൊത്തത്തിൽ നേരെ തോന്നി. അങ്ങനെ സെക്കൻഡ് ബാംഗ്ലൂർ ഏകദേശമൊക്കെ ചുറ്റി ഇങ്ങനെ നടന്നു. ഞങ്ങൾ ഏകദേശം ഒന്നുമില്ല, വൈകുന്നേരമാണ് ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ. ഏകദേശം ഇങ്ങനെ ഡീക്കാത്തലോൺ വന്ന് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് പരിപാടികളൊക്കെ ആയിട്ട് നേരെ റൂം പോവാം. രണ്ട് BMW ഇവിടെ ഉണ്ട്. നേരെ അടുത്ത് റൂമിൽ പോകുന്നു. ജസ്റ്റ് ഓഫ് എടുത്ത ആള് BMW ഓടിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഒന്നും വിചാരിക്കരുത്. ചെറുക്കും ഉസാറായിട്ട് ഓടുന്നു. അതിലാണ് കളിച്ചാൽ പോണേ. ഇപ്പൊ കാണാം ചന്തി കുത്തി വെക്കണേ. ഒറ്റക്കാലില്ല, രണ്ട് കാല് ചാരി കയറും. വോയിസ് ഒറ്റടിക്കുന്നു. വോയിസിന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വണ്ടി അവിടെ സൈഡാക്കി. അപ്പോൾ ഇതെല്ലാം നാളെ കാണാം. നാളെ രാവിലെ ഇച്ചിട്ട് സാധനം വാങ്ങണമെന്ന് പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ ഇന്നോടൊപ്പം പോയിട്ടില്ല. നാളെ പോകണം. അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ ബൈ.